സ്പെയിനിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ടൊറീബിയോ അൽഫോൺസോ ഡി മുഗ്രോവെജോ ജനിച്ചത്. ചെറുപ്പം മുതൽക്കേ തന്നെ പാപങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് നന്മയിലൂന്നിയ ഒരു ജീവിതമായിരുന്നു ടൊറീബിയോ നയിച്ചിരുന്നത്. പരിശുദ്ധ മാതാവിന്റെ ഒരു വലിയ ഭക്തനും കൂടിയായിരുന്നു വിശുദ്ധൻ. ദിനം തോറും വിശുദ്ധൻ മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും ജപമാലയും ചൊല്ലുകയും ശനിയാഴ്ചകളിൽ മാതാവിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. വിദ്യ അഭ്യസിക്കുന്നതിനോട് സ്വാഭാവികമായി വളരെയേറെ താല്പര്യമുണ്ടായിരുന്ന വിശുദ്ധൻ വല്ലഡോളിഡിലും സലമാൻ കായിലുമായി തന്റെ നിയമപഠനം പൂർത്തിയാക്കി. വിശുദ്ധന്റെ നന്മയെയും അറിവിനെയും പരിഗണിച്ചുകൊണ്ട് ഫിലിപ്പ് രണ്ടാമൻ രാജാവ് വിശുദ്ധനെ ഗ്രാനഡായിലെ സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപനാക്കുകയും അതേ നഗരത്തിലെ തന്നെ ഔദ്യോഗിക പരിശോധനാ വിഭാഗം മേധാവിയാക്കുകയും ചെയ്തു. തന്നെ ഏൽപ്പിച്ച ജോലി 5 വർഷത്തോളം വളരെ വിശിഷ്ടമായ രീതിയിൽ തന്നെ വിശുദ്ധൻ നിർവഹിച്ചു. 1580 പെറുവിലെ ലിമായിലെ പരിശുദ്ധ സഭാസിംഹാസനം ഒഴിവായി കിടന്ന അവസരത്തിൽ രാജാവ് വിശുദ്ധനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. എന്നാൽ പരിശുദ്ധമായ ആ സ്ഥാനത്തിരിക്കുവാൻ താൻ യോഗ്യനല്ലെന്ന് വാദിച്ചുകൊണ്ട് ടൊറീബിയോ ഡി മുഗ്രോവെജോ തന്റെ സഭാപരമായ അറിവ് വെച്ചുകൊണ്ട് നിയമനം നടത്തുവാൻ ശ്രമം നടത്തി. പക്ഷേ വിശുദ്ധന്റെ വാദങ്ങളെ മറികടന്നുകൊണ്ട് രാജാവ് അദ്ദേഹത്തെ പുരോഹിതനാക്കുകയും മെത്രാനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1581 തന്റെ 43-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ തന്റെ പുതിയ ദൗത്യവുമായി പെറുവിലെ ലിമായിലെത്തി. വളരെ വിവേകത്താലും ഉത്സാഹത്താലും സമ്മാനിതനായിരുന്ന വിശുദ്ധൻ പുരോഹിത വൃന്ദത്തിന്റെ നവീകരണത്തിന് തുടക്കം കുറിച്ചു. പാപികൾക്ക് അദ്ദേഹം ഒരു ചമ്മട്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരു സംരക്ഷകനുമായിരുന്നു വിശുദ്ധൻ. ഇക്കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് വളരെയേറെ വിമർശനവും പീഡനവും സഹിക്കേണ്ടതായി വന്നു. പക്ഷേ സമീപകാലത്ത് വൈസ്രോയായി ലിമായിലെത്തിയ ഡോൺ ഫ്രാൻസിസ് ഡി ടോൾഡോയിൽ നിന്നും വിശുദ്ധന് വളരെയേറെ പിന്തുണ ലഭിച്ചു. അപ്രകാരം താൻ തുടങ്ങിവെച്ച ധാർമ്മിക നവോത്ഥാനം പൂർത്തിയാക്കുവാൻ വിശുദ്ധന് സാധിച്ചു. വലുപ്പ ചെറുപ്പമില്ലാതെ സകല ജനങ്ങളുടെയും രക്ഷയ്ക്കായി തനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം മുഗ്രോവെജോ ചെയ്തു. ഇന്ത്യക്കാർക്ക് വേണ്ട സംരക്ഷണം അദ്ദേഹം നൽകി. അവരെ വേദപാഠം പഠിപ്പിക്കുന്നതിനായി വിശുദ്ധൻ അവരുടെ ഭാഷകളും സ്വായത്തമാക്കി. വിശുദ്ധ കുർബാന, നിരന്തരമായ കുമ്പസാരം, ധ്യാനം, നീണ്ട പ്രാർത്ഥനകൾ, കഠിനമായ അനുതാപ പ്രവൃത്തികൾ എന്നിവയിലൂന്നിയ ആത്മീയ ചൈതന്യമായിരുന്നു വിശുദ്ധന്റെ എല്ലാ കഠിന പ്രവർത്തനങ്ങളുടെയും ഊർജം. ഒരിക്കൽ ഒരു രൂപതാ സന്ദർശനത്തിനിടയ്ക്ക് പാക്കസ്മോയോയിൽ വെച്ച് വിശുദ്ധന് കലശലായ പനി ബാധിച്ചു. തന്റെ മരണം മുന്നിൽ കണ്ട വിശുദ്ധൻ തന്റെ സ്വത്തുക്കളെല്ലാം തന്റെ ദാസർക്കും പാവപ്പെട്ടവർക്കുമായി വീതിച്ചു കൊടുത്തു. പിതാവേ, നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന യേശുവിന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് പെറുവിന്റെ മഹാനായ അപ്പസ്തോലൻ 1606 മാർച്ച് 23 കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു.